ഈ വർഷത്തെ വിഷുപ്പുലരി നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ കൈനീട്ടവും കണിക്കൊന്നയും മനസ്സിന് നൽകുന്ന ആ വലിയ സന്തോഷം ഒന്ന് ഓർത്തുനോക്കൂ. എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. വിഷു ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ സ്വാധീനിക്കുന്നുവെന്നാണ് വിശ്വാസം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യത്തെ ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേവലം ഒരു വിശ്വാസമെന്നതിലുപരി നമ്മുടെ പൂർവികർ പകർന്നുതന്ന വലിയൊരു തത്വമാണിത്. രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നമ്മുടെ മനസ്സും പ്രകൃതിയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം രൂപപ്പെടുന്നുണ്ട്. വിഷുദിവസം പകൽ മുഴുവൻ നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം നിങ്ങൾ കിടക്കയിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപ് ശാന്തമായൊരിടത്തിരിക്കുക. ഒരു നിലവിളക്കിന്റെ പ്രഭയിൽ ആ കൊച്ചുനാളത്തെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം അനുഭവിച്ചു തന്നെ അറിയണം. പഴയകാലത്ത് മുത്തശ്ശിമാർ പറയുമായിരുന്നു, വിഷു രാത്രിയിൽ ലക്ഷ്മീദേവി വീടുകളിൽ വിരുന്നെത്തുമെന്ന്. ഐശ്വര്യത്തിന്റെ ആ ദേവിയെ സ്വീകരിക്കാൻ നമ്മുടെ വീടും മനസ്സും ഒരുപോലെ ഒരുങ്ങിയിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മുറിയിലോ പൂജാമുറിയിലോ ഒരു ചെറിയ ശുദ്ധീകരണം വരുത്തുക എന്നതാണ്. അനാവശ്യമായ ചിന്തകളും അന്യദിവസമുണ്ടായ ചെറിയ പിണക്കങ്ങളുമെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചുകളയണം. എന്നിട്ട് ഒരു കിണ്ടിയിൽ ശുദ്ധജലമെടുത്ത് തുളസീതളമിട്ട് വീടിന്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലോ വയ്ക്കുക. ഈ ജലം പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ കഷ്ണം വെള്ളക്കടലാസോ അല്ലെങ്കിൽ ഒരു കുറിപ്പടിയോ എടുക്കുക. വരാനിരിക്കുന്ന വർഷത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം മാത്രം അതിൽ കുറിക്കുക. അത് നിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയാകണം. ആർക്കും ദോഷം വരാത്ത ഒന്നാകണം. ഈ കുറിപ്പ് നിങ്ങളുടെ തലയണയ്ക്ക് ചുവട്ടിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വെച്ച് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഈ വർഷം എനിക്ക് ഈ ഒരു കാര്യം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പറയുക. ഇത് കേവലം ഒരു തന്ത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗമാണ്. വിഷുക്കണി കാണുന്നതിലൂടെ നമ്മൾ നേടുന്ന ആത്മവിശ്വാസം ഈ ഒരു രാത്രികാല കർമ്മത്തിലൂടെ ഇരട്ടിയാകുന്നു. പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഓർക്കുക, പ്രകൃതി നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. വിഷു ദിവസം രാത്രി നിങ്ങൾ ചെയ്യുന്ന ഈ ലളിതമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സന്ധ്യാസമയത്ത് കത്തിച്ച നിലവിളക്കിന്റെ ആ ചൈതന്യം മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാഗ്യം നിങ്ങളെ തേടി വരികയല്ല, മറിച്ച് നിങ്ങൾ ഭാഗ്യത്തിലേക്ക് നടന്നു കയറുകയാണ് ചെയ്യുന്നത്. ആ രാത്രി നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് പോലും ഒരു പ്രത്യേകതയുണ്ടാകും. നാളെ ഉണരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പുതിയ ഊർജ്ജത്തോടെ നിങ്ങൾക്ക് ഉണരാൻ സാധിക്കും. ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും പുത്തൻ വാതിലുകൾ തുറക്കട്ടെ. ആത്മവിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. തീർച്ചയായും മാറ്റം നിങ്ങളെ തേടിയെത്തും. ഈ വിഷുക്കാലം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഇതെത്തിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ പുതുവർഷത്തെ വരവേൽക്കാം.